വിൽസന്റെ 7ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അയ്യമ്പള്ളി ഓട്ടോ ഡ്രൈവേഴ്സ് സെന്റ് ജോൺസ് LP സ്കൂളിൽ വെച്ച് പഠനോപകരണ വിതരണവും SLC +2 ഫുൾ A+ നേടിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡും നൽകി അനുമോദിച്ചു. ADCC സെക്രട്ടറി AV ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ശ്രീ KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. MM പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ പഠനോപകരണ വിതരണം ചെയ്തു. MM പൗലോസ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർ ലിജി തദേവൂസ്, ജിജി ടീച്ചർ, അനൂപ് ആശംസകൾ അർപ്പിച്ചു. മിനി ടീച്ചർ നന്ദിയും പറഞ്ഞു. നിത്യവും നിൻ കൃപ കടാക്ഷങ്ങളേകണേ ഞങ്ങൾക്കെപ്പോഴും. പരിരാരംഭരീരരായൊരു സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമ്മ വിസർഗുണങ്ങളെ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയെല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. നമ്മുടെ ഇന്നത്തെ കൊച്ചുമക്കൾക്കുള്ള പഠനോപകരണ വിതരണവും SSLC +2 അതേപോലെ തന്നെ ഈ സ്കൂളിലെ 1ാം തരം മുതൽ 4ാം തരം വരെയുള്ള മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടക്കുന്ന ഈ ചെറിയൊരു ചടങ്ങാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ 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 വലിയൊരു ചടങ്ങായിട്ടാണ്. ആ ചടങ്ങിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ഏറെ ആരാധ്യനായ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ KK സുരേഷ് അവർ, അതുപോലെ തന്നെ ഈ ചടങ്ങിനോട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമുക്കേറെ പ്രിയപ്പെട്ട നമ്മളുടെ നാട്ടുകാരനും പത്രാധിപനും എഴുത്തുകാരനും നോവലിസ്റ്റൊക്കെ ആയിട്ടുള്ള ശ്രീ MM പൗലോസ് അവർ, അതുപോലെ തന്നെ പഠനോപകരണ വിതരണം ചെയ്യുന്ന ശ്രീ രാധാകൃഷ്ണൻ MP വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആശംസ അറിയിക്കാൻ എത്തിയിട്ടുള്ള ലിജി തദ്ദേശ് വാർഡ് മെമ്പർ, അതുപോലെ തന്നെ PTA ഭാരവാഹി അനൂപ്, ഈ സ്കൂളിലെ പ്രധാനാധ്യാപിക മിനി ടീച്ചർ, മറ്റ് അധ്യാപികമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. അതോടൊപ്പം തന്നെ മനസ്സിൽ ഒരുപാട് വേദനയും നൊമ്പരങ്ങളും ഒക്കെ ഉള്ളിലുള്ള ഒരു നിമിഷങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ എല്ലാ വർഷവും നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ഇവിടെ ഈ വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്നത് ഞങ്ങളുടെയൊക്കെ മാർഗദർശിയായി, മൂത്ത ഒരു ജ്യേഷ്ഠനായി, സഹോദരനായി എല്ലാം ഒപ്പം നിന്ന ശ്രീ വിൽസൻ ചേട്ടന്റെ സ്മൃതിയായിട്ടാണ് 7ാമത് ഈ പഠനത്തിൽ മികവ് കാട്ടുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ സംഘടനയുടെ 12ാമത് പഠനോപകരണ വിതരണമാണ് ഇന്ന് വേദിയിൽ നടക്കുന്നത്. കൊച്ചുമക്കളൊക്കെ തന്നെ കൈ കഴിച്ചാ ഇനി കഴിക്കാനുണ്ടോ ആരെങ്കിലും? ഇത്തിരി നേരം നമുക്ക് ഈ ചടങ്ങിലോട്ട് ശ്രദ്ധിക്കാം. കേക്കോ ചേട്ടന്മാര് പറയണം. ഞങ്ങൾ എന്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? എന്തിനാണ്? ബുക്ക് തരാം. എന്തിനാണ് ബുക്ക് തന്നെ? പഠിക്കാൻ. എങ്ങനെ പഠിക്കാൻ? എഴുതി പഠിക്കാൻ. എഴുതിയിട്ട് എങ്ങനെ പഠിക്കും? നല്ലോണം പഠിക്കൂലേ? എനിക്കിങ്ങനെ ചേച്ചിമാരെ അറിയാം. 3 പേർക്ക് 4 പേർക്ക് അറിയാം. ഞങ്ങൾ അറിഞ്ഞില്ല. നിങ്ങളെ 2 ചേട്ടന്മാരുണ്ട്, അവരുടെ പേര് അറിഞ്ഞൂടെ? നിങ്ങളുടെ സുരേഷ് ചേട്ടന്റെ അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെ കൃത്യമായിട്ട് എത്തിക്കുകയും അതേപോലെ തന്നെ വീട്ടിലെത്തിക്കുകയും വളരെ കൃത്യതയോടെ ചെയ്യുന്ന 2 ചേട്ടന്മാരല്ലേ? ആ ചേട്ടന്മാര് ഒപ്പം സഹകരിക്കുന്ന അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും കാക്കിയിട്ട് വരും അല്ലെ? ഞങ്ങളെ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് യൂണിഫോം ഇല്ലാതെ ഒരാളും വാഹനം ഓടിക്കാറില്ല. ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മറ്റു വിഷയങ്ങളിൽ സഹായിക്കേണ്ടവരെ സഹായിക്കാനും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും ഒരു മടിയും കാണിക്കാതെ പ്രവർത്തിക്കുന്ന സംഘടന. ആ ഒരു ചാരിതാർത്ഥ്യം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു ഞങ്ങൾക്കുണ്ട്. അപ്പോ മുൻ വർഷങ്ങളിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ എല്ലാ സ്കൂളുകളിലും നടത്തിയിരുന്നതാണ്. പക്ഷെ പല സാങ്കേതിക പ്രശ്നങ്ങൾ വന്ന് ഞങ്ങളുടെയൊക്കെ വരുമാന മാർഗങ്ങളും കുറഞ്ഞപ്പോഴും നിങ്ങളുടെ സ്കൂളിനെ മാത്രം ഞങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ മുറുകെ പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ സ്കൂളിൽ 66 വന്നാണ്.
വന്നിട്ട് കാര്യങ്ങള് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് ഇതൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ മനസ്സ് തന്നെ തീരുമാനിച്ചു. അങ്ങനെ പോരാൻ ഇത്തിരി മടിയായിരുന്നു. അപ്പൊ അമ്മ റോട്ടി കൊണ്ടാക്കും ഇവിടെ. അപ്പൊ ജോസാറ് തെറ്റുന്ന നടന്നുണ്ടാവും. ജോസാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജോസാറ് എടുത്ത് ഒക്കത്തു ഇവിടെ കൊണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെറുപ്പം ഈ സ്കൂളിൽ വന്നതും പോയതും. അപ്പൊ ജോസാറ് ഉണ്ടായിരുന്നതാണ് ഞാൻ ഇവിടെ വരേക്കും എത്തി. അല്ലെങ്കിൽ ഇവിടെ നിൽക്കില്ല. അപ്പൊ ആ ഒരു ഇത് എനിക്ക് ഈ സ്കൂളിനോട് എന്നും ഉണ്ട്. കാരണം ചെയ്യാനായിട്ട് ഓരോ സാറിനെ എത്തും. ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കൾ നിസ്സാരക്കാരല്ല. അവര് ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ പറയുന്നതാണ്. ഇനിയിപ്പോ ഇവരൊരു പക്ഷേ ഇത് കേട്ട് മതിയായിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവര് പറയും ഇതൊന്നും നിർത്ത്, കുറെ നാളായല്ലോ പറയുന്നതൊന്നും പറയും ചിലപ്പോ. എങ്കിലും പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഓണത്തിന് ഇവരൊരു സ്ത്രീയെ ആദരിച്ചു. ആ സ്ത്രീ എന്ന് പറയുന്നത് അതിരാവിലെ അവരുടെ സ്റ്റാൻഡ് അടിച്ചു വാരാൻ വരുന്ന ഒരു സ്ത്രീയാണ്. വെളുപ്പിന് 5 മണിക്ക് വന്ന് സ്റ്റാൻഡ് അടിച്ചു വരുന്ന ഒരു അടിച്ചു തളിക്കാരിയെയാണ് ഇവരാദരിച്ചത്. ഒരു അടിച്ചു തളിക്കാരി ആദരിക്കപ്പെടേണ്ടവരാണ്. പണിയെടുക്കുന്നവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണോ? ഈ സമൂഹത്തിന് ഇവർ നൽകിയ സന്ദേശം ചെറുതല്ല. വലിയ പ്രസിദ്ധരെ, വലിയ ആളുകളാകുന്നവരെ ഒക്കെ നമ്മൾ ആദരിക്കണം. ആ ആദരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരെ ആദരിക്കുന്നതോടുകൂടി നമ്മളും ഒരു തിരികേവന്മാരാവും. ഈ വാർത്തയൊക്കെ പത്രത്തിൽ വരും, ഈ വാർത്ത 4 ആളറിയും. അതുകൊണ്ട് നമ്മളും ഒക്കെ ഇത്തിരി ചെറിയ തോതിൽ പ്രസിദ്ധരാകും എന്ന് വിചാരിച്ചിട്ടാണ് ചിലരിത് ചെയ്യുക. ഇതൊന്നുമില്ലാതെ ഒരു വാർത്താ പ്രാധാന്യവും ഇല്ലാത്ത ഒരു സ്ത്രീയെ വിളിച്ച് അവർക്കൊരു പൊന്നാട ചാർത്താനും അവർക്കൊരു ഓണക്കിറ്റ് സമ്മാനിക്കാനും മുതിർന്ന ഇവർ ചെറിയ ആളുകളല്ല. ഇവരുടെ മനസ്സും ചെറുതല്ല. ഇവരാരും സമ്പന്നരല്ല. വളരെ സാധാരണമായി ജീവിക്കുന്ന, രാവിലെ മുതൽ ഓട്ടോറിക്ഷ ഓടിച്ച്, അത് മാത്രമല്ല അത് പ്രായമാകുമ്പോൾ നടുവേദന തുടങ്ങാനുള്ള എല്ലാ സാധ്യതയുള്ളൊരു ജോലിയാണ്. അത് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ പൈസ അവരിത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയാണ്. ഇതൊരു വലിയ മനസ്സാണ്. കോടിക്കണക്കിന് രൂപയുള്ളവർ, കോടാനുകോടി രൂപയുള്ളവർ അതിൽ നിന്നൊരു 10% എന്തെങ്കിലും കാര്യത്തിന് കൊടുക്കുന്നത് പോലെ അല്ലല്ലോ. ഒരിക്കൽ ഒരു ദിവസം അധ്വാനിച്ച് 200-300 രൂപ കിട്ടുന്നവർ മാത്രം അതിൽ നിന്ന് 50-60 രൂപ കുട്ടികൾ പഠിക്കാൻ, ചികിത്സാ സഹായത്തിന്, ഇങ്ങനെയുള്ള പ്രവൃത്തിക്ക് വേണ്ടി മുതിരുന്നത്. അങ്ങനെയുള്ളവർക്ക് സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ മരിച്ചാൽ നിങ്ങൾക്കത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടികളുടെ ഞാനിവിടെ പഠിച്ചൊരു എൻ്റെ ഓർമ്മയിലൂടെ മറ്റൊരു ചാമ്പവരുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് അത്തരം കാര്യങ്ങളാണ്. നിങ്ങളെ ഇവിടെ കാണുമ്പോൾ ഞാനും ഒക്കെ വളരെ 40-40 വർഷം 50 വർഷം പുറകിലേക്ക് പോയി ഒക്കെ ഈ ക്ലാസ് മുറിയിൽ ഇരുന്നതിൻ്റെ ഓർമ്മകൾ വരും. നമ്മളെ രൂപപ്പെടുത്തുന്നതും ഒക്കെ അങ്ങനെയാണ്. ഒരു കാര്യം, നമ്മളെപ്പോഴും ജീവിതത്തെ കാണുന്ന ഒരു രീതി. ഒരിക്കലൊരു ടീച്ചർ സ്കൂളിൽ വന്നപ്പോൾ ടീച്ചർ ഒരു ചോദ്യം കൊടുത്തു കുട്ടികൾക്ക്. കൊടുത്ത ചോദ്യം ഇതാണ്: ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ടീച്ചർ അതിനകത്ത് ഒരു വൃത്തം വരച്ചു, ഒരു വട്ടം വരച്ചു. വട്ടം വരച്ചിട്ട് അതിനകത്ത് പെൻസിൽ കൊണ്ട് നടുക്കൊരു കുത്തു. പെൻസിൽ കൊണ്ട് നടുക്കൊരു കുത്തു കുത്തിയിട്ട് ടീച്ചർ പറഞ്ഞു, ഇതിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. എല്ലാവരും എഴുതി ടീച്ചർ എല്ലാവരുടെയും പേപ്പർ വന്നു. പേപ്പർ നോക്കിയപ്പോൾ ടീച്ചർ എല്ലാ കുട്ടികളും എഴുതിയിരിക്കുന്നത് ആ വൃത്തത്തിനകത്ത് കുത്തിയ ആ കറുത്ത പാടിനെ കുറിച്ചാണ്. അപ്പൊ ടീച്ചർ ഈ പേപ്പർ മടക്കി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ വൃത്തത്തിനകത്ത് കുത്തിയ കറുത്ത പാടിനെ കുറിച്ച് എഴുതി. പക്ഷെ ആ കറുത്ത പാടൊഴികെ ചെറിയൊരു കുത്തല്ലേ ഉള്ളൂ കറുത്ത പാട്. ബാക്കി മുഴുവൻ
വെളുത്ത സ്ഥലങ്ങളാണ്. ആ വെളുത്ത സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതിക്കാം. അത് എവിടെയാണോ ഒരു ദോഷം, എവിടെയാണോ ഒരു കുഴപ്പം, അത് മാത്രം കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. അതിനപ്പുറത്ത് നല്ലതായ എത്രയോ വെളുത്ത സുന്ദരമായ എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. അത് നമ്മൾ കാണുന്നില്ല. അപ്പൊ അത് കാണണം എന്നാണ് ടീച്ചർ പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തെ നിഷേധാത്മകമായി അല്ലെങ്കിൽ വളരെ മോശമായി കാണാതെ ജീവിതത്തെ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക. പണ്ട് ഒരു ദരിദ്രയായ അമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. മകൻ സ്കൂളിലൊന്നും പോയില്ല, ദാരിദ്ര്യം കൊണ്ട് പോകാത്താണ്. കഥാസരിസാഗരത്തിലെ ഒരു കഥയാണ്. കഥാസരിസാഗരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ 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 പണ്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ട് കുട്ടികളുടെ കഥകളുള്ള ഒരു പുസ്തകമാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഒരു കഥയാണ്. ഇപ്പൊ അതിനെന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് എനിക്കത് പറയാൻ തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ആ അമ്മ വളരെ ദരിദ്രയാണ്. കുട്ടിയെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അച്ഛനില്ല, മരിച്ചുപോയി. അപ്പൊ ഈ അമ്മ ഈ കുട്ടിയോട് പറഞ്ഞു, നീ തൊട്ടടുത്ത് ഒരു സമ്പന്നനുണ്ട്, ഒരു പണക്കാരനുണ്ട്, ആ പണക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും പണിക്ക് വേണ്ടി നീ ചെല്ലാൻ പറഞ്ഞു. ഈ കുട്ടി ഒരു പണി അന്വേഷിച്ച് ഈ സമ്പന്നന്റെ വീട്ടിൽ ചെന്നു. ആ സമ്പന്നൻ വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഈ കുട്ടി നടന്നു ചെല്ലുകയാണ്. അപ്പോൾ കുട്ടി നടന്നു ചെല്ലുമ്പോൾ ആ മുറ്റത്ത് ഒരു എലി ചത്ത് കിടക്കുന്നത് അയാൾക്ക് ഈ കുട്ടിയാണ്. അപ്പൊ ഈ സമ്പന്നൻ ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? ഇവൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പണി അന്വേഷിച്ച് വന്നതാണ്, എനിക്ക് ആ എലിയെ തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, നീ പണി അന്വേഷിച്ച് വന്ന നീ എന്തിനാണ് ഈ ചത്ത എലിയെ ചോദിക്കുന്നത്? അപ്പൊ അയാൾ കുട്ടി പറഞ്ഞു, എനിക്ക് അത് മതി. അയാൾ ഈ എലിയെ എടുത്തോളാം. ഇവൻ ഈ ചത്ത എലിയെയും കൊണ്ട് പോയി. ചത്ത എലിയെയും കൊണ്ട് പോയിട്ട് അവിടെ പൂച്ചയെ വളർത്തുന്ന ഒരു സ്ത്രീയുണ്ട്. പൂച്ചയെ വളർത്തുന്ന സ്ത്രീക്ക് ഇയാള് ഇത് പൈസക്ക് 4-5 കാശിന് ഈ എലിയെ കൊടുത്തു. അവിടുന്ന് കിട്ടിയ ഈ 4-5 കാശ് കൊണ്ട് ഇയാൾ അപ്പം വാങ്ങി കുപ്പികളിൽ വെള്ളവും നിറച്ച് കാട്ടിലേക്ക് വിറക് വെട്ടുകാർ പോയി തിരിച്ചു വരുന്ന വഴിയുണ്ട്, വിറക് വെട്ടി തിരിച്ചു വരുന്നവർ, അവർ വരുന്ന വഴിയിൽ നിന്നും അപ്പം വിറ്റുപോയി, വെള്ളവും വിറ്റുപോയി. കുറച്ചുപേര് പൈസ കൊടുത്തു, കുറെ പേര് വിറക് കൊടുത്തു. ഇതൊരു സ്ഥിരം രീതിയായി ഇയാൾ ഇങ്ങനെ വിറകുകൾ ശേഖരിച്ചുകൊണ്ടിരുന്നു. മഴക്കാലം വന്നപ്പോൾ വിറകിന് വലിയ ഡിമാൻഡായി. വിറകിന് വലിയ ആവശ്യം വന്നപ്പോൾ വിറക് വിറ്റു. വിറക് വിറ്റ് ഇയാൾ അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് മരത്തിന്റെ കച്ചവടം തുടങ്ങി. ചെറിയ തൊഴിൽ മരത്തിന്റെ കച്ചവടം തുടങ്ങി. മരം കച്ചവടം വലുതായി. അവസാനം ഇയാൾ ചെറിയ വഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങി. അവസാനം കപ്പലുണ്ടാക്കുന്നു, കപ്പലിന്റെ ഉടമയാവും. ഇയാൾ വന്നിട്ട് ഇയാളുടെ സമ്പന്നനായ ഇയാൾക്ക് ചത്ത എലിയെ കൊടുത്ത ആ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിലേക്ക് ചെന്നിട്ട് ഇയാൾക്ക് സമ്മാനം കൊടുത്തു. അപ്പോ ഈ സമ്പന്നൻ ചോദിച്ചു, നീ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഈ ഇതൊക്കെ തരുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ആ ചത്ത എലിയാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, ജീവിതത്തെ നമ്മൾ എങ്ങനെ ഒരു പുതിയ ആശയം കണ്ടെത്തുന്നത്, എങ്ങനെയാണ് മുന്നേറുന്നത് എന്നുള്ളതാണ് പ്രശ്നം. പണം ഉണ്ടാക്കിയാൽ മാത്രം ജീവിതത്തിൽ വിജയം നേടും എന്ന അർത്ഥത്തിലല്ല ഞാനത് പറഞ്ഞത്. പക്ഷെ ഒരാളുടെ സ്ഥിരോത്സാഹം, ഒരാൾ കണ്ടെത്തുന്ന ബുദ്ധി, അതൊക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കേണ്ടത്. അങ്ങനെ ആർജിക്കാൻ, അങ്ങനെ നിങ്ങളുടെ അക്ഷരങ്ങളും നിങ്ങളുടെ അറിവുകളും പകർത്തി വെക്കാൻ ഇവർ തരുന്ന ഈ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതണം. ഈ നോട്ട് പുസ്തകം അവരുടെ വിയർപ്പാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ സ്വപ്നമാണ്. നിങ്ങൾ ഒരു കാരണവശാലും അനാവശ്യമായി സംസാരിക്കരുതെന്ന് കുട്ടികളോട് പറയുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ട്, ആ സമയത്ത് സംസാരിച്ചാൽ മതിയാകും. നമ്മുടെ അച്ചടക്കം പാലിച്ച് ഇപ്പോഴേ തുടങ്ങി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിൽ പാലിക്കുന്ന അച്ചടക്കം, ടീച്ചർമാര് പറയുന്നത് അനുസരിച്ചുള്ള അച്ചടക്കം പാലിച്ച് എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൂ. മിണ്ടാതെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ ചേട്ടന്മാര്, അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഇത്തരത്തില് എല്ലാ വർഷവും
അന്തരിച്ചുപോയ ശ്രീ വിൽസൺ ചേട്ടന്റെ സ്മരണകൾ ഇരമ്പുന്ന ഈ അവസരത്തില് ഇത്തരത്തിലുള്ള ഒരു പഠനോപകരണ വിതരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നേരത്തെ പറഞ്ഞ നമ്മുടെ മനപ്പള്ളി റോഡ് അടിച്ചു വാരുന്ന ബായിയെ ആദരിച്ചതും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഒരു എക്സ് മിലിറ്ററിക്കാരനായിട്ടുള്ള അയ്യപ്പൻ ചേട്ടനെ ആദരിച്ചതും പറവൂര് KMK ജംഗ്ഷനിൽ നിന്ന് ഒരു തരത്തിലുള്ള വാഹന ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ജോസഫ് എന്ന് പറയുന്നയാളെ ആദരിച്ച സംഭവവും എന്റെ മുൻപിലുണ്ട്. അത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മഹാമനസ്കത കാണിക്കുന്ന ആളുകളെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തയ്യാറായ ഒരു സംഘടനയാണ് അയ്യമ്പള്ളിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴിപ്പള്ളി പഞ്ചായത്തിന് 4 ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുണ്ട്. ഒന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ മുന്നിലും, ഒന്ന് ചെറുവിപ്പി ജംഗ്ഷനിലും, ഒന്ന് പള്ളത്താംകുളങ്ങരയിൽ. അയ്യമ്പള്ളിയേക്കാൾ കൂടുതൽ വാഹനങ്ങളുള്ള പ്രദേശത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടെങ്കിലും അവരാരും തന്നെ ചെയ്യാത്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയ പ്രവർത്തനമാണ് അയ്യമ്പള്ളിയിലെ ഓട്ടോറിക്ഷ സഹോദരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം പരിപാടികളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുക കൊണ്ടാണ് ഇത്തരം പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരോട് നമുക്ക് എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കണം. മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുഞ്ഞുമക്കളെ, ഇന്നിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ ചേട്ടന്മാര് നമ്മൾക്ക് ബുക്കും പെൻസിലും ഒക്കെ തരുന്ന ഒരു ദിവസമാണ്. എല്ലാവരും വളരെ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും ഇത് നമ്മൾക്ക് തരാനുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് നാള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരാൻ അവർക്ക് ഇടയാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഓഫീസറിനും നമ്മുടെ 4ാം വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ ചേട്ടൻ, ഈ വാർഡ് മെമ്പർ 6ാം വാർഡ് മെമ്പർ DGG, ബാക്കി ടീച്ചർമാർ, കുട്ടികൾ, ഈ നല്ലൊരു കാര്യത്തിന് പങ്കെടുക്കാൻ സാധിച്ച എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ കൊല്ലവും ഇതുപോലെ നടത്താനായിട്ട് എനിക്ക് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവര് ഒരുപാട് വർഷങ്ങളായി ഇവരുടെ ഓരോ ദിവസവും ഇവർ ചെയ്ത് അതിൽ നിന്ന് സ്വരൂപിച്ച് കുറച്ച് മിച്ചം വെച്ച് ഇല്ലേ, നമ്മളുടെ മക്കൾക്ക് നേരത്തെ 5 വർഷം മുന്നേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്കൂളിലും കൊടുത്തിരുന്നു. സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്തതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ വിദ്യാലയം തിരഞ്ഞെടുത്തതിന് ആദ്യമേ തന്നെ ഈ ചേട്ടന്മാരോട് നമുക്ക് നന്ദി പറയാം. കാരണം അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ്, നേരത്തെ പൗലോ സാറ് പറഞ്ഞ പോലെ ഒരുപാട് സമ്പത്തുള്ളവർ കൊടുക്കുന്നതിന് അത്രയും വില ഉണ്ടാവില്ല. അത് 100% ശരിയാണ്. കാരണം ഇവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ് അല്ലേ? നിങ്ങളിത് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നു. അപ്പൊ നിങ്ങളും വളർന്ന സമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്കിതൊരു പ്രചോദനമാകട്ടെ. ഇവർക്ക് ഇനിയും ഭാവിയിൽ ഇതുപോലെ എല്ലാ വർഷവും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കും. ശ്രീ സുരേഷ്, നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ പൗലോ സാർ, വാർഡ് മെമ്പർമാരെ, വിശിഷ്ട അതിഥികളെ, നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടന്മാരെ, രക്ഷകർത്താക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടല്ലേ? പുസ്തകമൊക്കെ കിട്ടിയിട്ട് അല്ലേ? ഈ അധ്യയന വർഷം ആരംഭിച്ചിട്ട് ആദ്യമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഈ പുസ്തകങ്ങൾ തരുന്നത് നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടന്മാരാണ് അല്ലേ? അധ്യയന വർഷം തുടങ്ങി 3-ാം തീയതി നമ്മൾ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഒരു ഉപകരണം, പഠന ഉപകരണം ആയിട്ട് പുസ്തകങ്ങൾ തരുന്നത് നിങ്ങളുടെ ഈ ഓട്ടോറിക്ഷ ചേട്ടന്മാരാണ്. അപ്പൊ നിങ്ങളെല്ലാവരും
ആ ചേട്ടന്മാരോട് നന്ദിയുള്ളവരായിരിക്കണം. അവർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാലോ, നിങ്ങളെ കൊണ്ടുവരുന്നില്ലേ? ഷിബിച്ചേട്ടനും സുരേഷ് ചേട്ടനും കൊണ്ടുവരുന്നുണ്ട്. അല്ലാതെ ബാക്കിയുള്ള ചേട്ടന്മാരുടെ വണ്ടികളിൽ നിങ്ങൾ യാത്ര ചെയ്യാറുണ്ട് അല്ലേ? നമ്മളുടെ ഈ കൊച്ചു പ്രദേശത്ത് വലിയ ബസ്സോ വലിയ വാഹനമോ ഒന്നും ഇതിലേ പോകില്ല അല്ലേ? അപ്പൊ നമ്മള് യാത്രാ സൗകര്യത്തിനായിട്ട് ആരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്? ഓട്ടോറിക്ഷ അല്ലേ? അപ്പൊ ഈ ഓട്ടോറിക്ഷ ചേട്ടന്മാര് നിങ്ങൾക്ക് അവർക്ക് ചിലപ്പോ അവരുടെ ബാധ്യതകളും കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും കാരണം കൂടുതൽ പഠിക്കുവാൻ സാധിച്ചില്ലാതെ വരാം. ആ ഒരു കുറവുകള് അവര് നികത്തുന്നത് നിങ്ങളിലൂടെയാണ്. അവർക്ക് കിട്ടുന്ന ഈ വരുമാനം വേറെ ഏതെങ്കിലും തരത്തില് ചെലവഴിക്കാം. അവരെന്താ ചിന്തിച്ചത്? കുഞ്ഞുമക്കളായ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യം, നിങ്ങൾക്ക് പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ, ഉപകരണങ്ങൾ തന്നുകൊണ്ടാണ്. അതായത് പഠിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മളിപ്പോ പഠിച്ച് മുന്നേറിയാലേ നമ്മുടെ സമൂഹത്തില് നമ്മൾക്കൊരു വിലയൊക്കെ ഉണ്ടാകുകയുള്ളൂ. പണം എന്നത് മാത്രമല്ല നമ്മുടെ സമൂഹം വില കൽപ്പിക്കുന്നത്. ആ വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം നേടുക എന്നത് എല്ലാവർക്കും പ്രാപ്യമായ ഒരു കാര്യമായി തീരണം. നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. കുട്ടികൾ സംസാരിക്കാതിരുന്നേ, നേരെ ഇരുന്ന എല്ലാവരും പ്രാപ്യമായ ഒരു അവസ്ഥയില്. കാരണം പണ്ടുള്ളവർക്ക് ഇതേപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. വെറുതെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പുസ്തകങ്ങള്, അതെല്ലാ പുസ്തകവും ഉണ്ടാവില്ല, അങ്ങനെയാണ് പോയിരുന്നത് പഠിക്കാൻ. ചിലർക്ക് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തേണ്ടി വരും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം പഠിക്കാനുള്ള അവസരങ്ങള് നിങ്ങളുടെ രക്ഷകർത്താക്കൾ ഒരുക്കി തരുന്നുണ്ട്, സമൂഹം ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് അനുസരിച്ച് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്നും ഇവരോട് കടപ്പെട്ടവരായിരിക്കണം കേട്ടോ.